തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി ഇന്ന് ചേർന്ന് ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്തില്ല. ഘടകകക്ഷികളുടെ അവലോകനം പൂർത്തിയായ ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി ചർച്ച ചെയ്യാമെന്നാണ് യോഗത്തിലെ തീരുമാനം. അതിനിടെ മുന്നണി വിടുമെന്ന അഭ്യൂഹം ജോസ് കെ മാണി തള്ളി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്ന് സിപിഐയും ഇല്ലെന്ന് സിപിഐഎമ്മും വാദിക്കുമ്പോൾ ഇടതുമുന്നണി എന്ത് നിഗമനത്തിലെത്തും എന്നതായിരുന്നു ആകാംക്ഷ. തോൽവിക്ക് ശേഷം ചേർന്ന ആദ്യ മുന്നണി യോഗം പക്ഷേ സൂക്ഷ്മ തലത്തിലുള്ള പരിശോധനയ്ക്ക് കടന്നില്ല. ഘടകകക്ഷികളുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ പൂർത്തിയായതിനു ശേഷം ജനുവരിയിൽ മുന്നണി യോഗം ചേർന്ന് വിശദമായ ചർച്ച ചെയ്യുമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായത്. അതേസമയം തോൽവി സംഭവിച്ചുവെന്ന് LDF കൺവീനർ അംഗീകരിച്ചു. എന്നാൽ പ്രചരിക്കുന്ന തരത്തിൽ LDF തകർന്നടിഞ്ഞിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ. തോൽവിയുടെ കാരണം കണ്ടെത്താൻ സമയമെടുക്കുമെന്നും TP പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ രാഷ്ട്രീയ പാർട്ടികളിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. പാർട്ടികളിലെ ചർച്ചയ്ക്ക് ശേഷം ജനുവരി ആദ്യത്തെ ആഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാം. തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ ജോസ് കെ മാണിയെ കൂടി പാളയത്തിൽ എത്തിക്കാം എന്നായിരുന്നു UDF മോഹം. എന്നാൽ ആ വെള്ളം കോരാൻ ആരും വരേണ്ടെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ചാ വിഷയവും പാലായും തൊടുപുഴയൊക്കെ ആണല്ലോ. അവിടെ ഇല കരിഞ്ഞു പോയി, ഇതൊക്കെയാണല്ലോ സംസാരം. വാരിക്കോഴി ഇതിങ്ങനെയൊക്കെ നമ്മൾ അവകാശിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരുന്നിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയെപ്പോലെയാണ് പറഞ്ഞ മനസ്സിലായി. ആ അവസ്ഥയാണ് അവർക്കുള്ളത്. പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ചെടുക്കും, അതൊക്കെ ഉള്ളൂ. ജനുവരി ആദ്യ വാരമാകും വിശദമായ തെരഞ്ഞെടുപ്പ് അവലോകനം ഇടതുമുന്നണി നടത്തുക. മുന്നണി തലത്തിലും സർക്കാർ തലത്തിലും വരുത്തേണ്ട നയപരമായ മാറ്റങ്ങളും യോഗത്തിൽ തീരുമാനിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.